നമസ്കാരം. ഇരുചക്ര വാഹനങ്ങളുള്ളവർക്ക് സർക്കാർ ചില ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ ആനുകൂല്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതായത് 2000 രൂപയുടെ ആനുകൂല്യങ്ങളുണ്ട്, അതുപോലെ മറ്റ് ചില ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നത് സർക്കാരിനാണ്, നിങ്ങൾക്കല്ല. നമുക്കറിയാം, നമ്മുടെ വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങളായാലും അതുപോലെ മുച്ചക്ര വാഹനങ്ങളായാലും 4 ചക്ര വാഹനങ്ങളായാലും കാറായാലും ഒക്കെ നമ്മൾ പുക ടെസ്റ്റ്, പൊല്യൂഷൻ ടെസ്റ്റ് എടുത്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ 2 വീലറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുക ടെസ്റ്റ് എടുക്കാൻ ആകെ 80 രൂപയെ ചിലവുള്ളൂ. ടെസ്റ്റിൻ്റെ എടുത്ത പേപ്പർ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെക്കിങ് വല്ലതും വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അഥവാ പുക ടെസ്റ്റ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, വാലിഡ് ആയ ഒരു പേപ്പർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ, സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 2000 രൂപയാണ് ഫൈൻ വരിക. നമുക്കറിയാമല്ലോ. അതായത് പുക ടെസ്റ്റ് ചെയ്തില്ല എന്ന കാരണം കൊണ്ട് ഇപ്പോൾ പോലീസ് വഴിക്കൊന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ക്യാമറ വെച്ചിട്ടുണ്ട്, ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ക്യാമറയിൽ ഒരു സ്ഥലത്ത് 2000 കിട്ടും, തൊട്ടടുത്ത ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 2000 കിട്ടും. അങ്ങനെ എത്ര 2000 ആയാലും അതൊക്കെ അടയ്ക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ഉണ്ട്. ഫീസ് വർധനവ് അങ്ങനെയാണ്. അതിനിടയിൽ കൂടിയാണ് ഇപ്പം ഒരു ഇരുട്ടടി വന്നിട്ടുള്ളത്. ആ ഇരുട്ടടിയെ കുറിച്ച് അറിയാൻ വേണ്ടി ഈ വീഡിയോ മുഴുവനായി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുക്കുക. കാരണം പണം എല്ലാവരെയും പണം തന്നെയാണ്. കാരണം പണം എന്നത് ഓരോ വ്യക്തിയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ്. അത് അനാവശ്യമായി ചെലവഴിക്കാനുള്ളതല്ല, ആവശ്യമില്ലാത്തടത്ത് കൊടുക്കാനുള്ളതല്ല. 2 ദിവസം മുമ്പ് കൗമുദിയിൽ, കേരള കൗമുദിയിൽ ഒരു വാർത്ത കണ്ടു. ഒരുപക്ഷെ കൗമുദിയിൽ മാത്രമേ ആ വാർത്ത കണ്ടുള്ളൂ. മറ്റ് പത്രങ്ങളോ ചാനലുകളോ ഒന്നും അത് റിപ്പോർട്ട് ചെയ്തില്ല. അതിന് ഈ തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടാണോ എന്നറിയില്ല. കേരള കൗമുദിയിൽ വന്ന വാർത്തയുടെ തലക്കെട്ട് ഇതാണ്: 2000 രൂപ ഫൈൻ കൊടുക്കാൻ വയ്യ, 2 വീലർ ഉടമകളിൽ പലരും വാഹനം വീട്ടിൽ വയ്ക്കുന്നു. ഇത് കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ്. ആ വാർത്ത ഇങ്ങനെയാണ്: മര്യാദയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തകിടം മറിച്ചിട്ട് അത് പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ സർക്കാർ വകുപ്പുകൾക്കുള്ള മിടുക്ക് മറ്റാർക്കും കാണില്ല. ഇരുചക്ര വാഹന ഉടമകളെല്ലാം 6 മാസം കൂടുമ്പോൾ മുറ തെറ്റാതെ നടത്തുന്നതാണ് പുക പരിശോധന. കാരണം വഴിയിൽ പോലീസ് പരിശോധിച്ചാൽ 2000 രൂപയാണ് പിഴയായി നൽകേണ്ടി വരുന്നത്. അതിനാൽ ഒരുമാതിരിപ്പെട്ടവരൊക്കെ പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് വണ്ടിയിൽ കരുതിയിരിക്കും. പുക പരിശോധനയിൽ പരാജയപ്പെടുക എന്നൊരു സംഭവമേ പണ്ടെങ്ങും ഉണ്ടാറില്ലായിരുന്നു. സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളാണ്. ഇരുചക്ര വാഹനം ഇല്ലാത്ത വീടുകൾ കേരളത്തിൽ വളരെ കുറവാണ്. ശരി തന്നെയാണത്. 6 മാസം കൂടുമ്പോൾ ഒരു 80 രൂപ കൊടുത്ത് പുക ടെസ്റ്റ് ചെയ്ത് ആ പേപ്പർ കയ്യിൽ കരുതും. ഇപ്പോൾ നമുക്കറിയാം, പരിവാഹൻ ആപ്ലിക്കേഷനിൽ അത് ലഭ്യമാണ്, അല്ലെങ്കിൽ ഡിജി ലോക്കറിലേക്ക് ലഭ്യമാണ്. പുക പരിശോധിക്കുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ വാഹനം പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഉള്ളതാണോ എന്ന് വാഹന പരിശോധിക്കുന്നവർക്കും ക്യാമറകൾക്കും വളരെ എളുപ്പത്തിൽ കണ്ടെത്താനും കഴിയും. അങ്ങനെ പുക പരിശോധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് 2000 രൂപ പിഴ നൽകേണ്ടി വരുന്നു എന്നത് ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം യഥാസമയം പുക പരിശോധന നടത്തിയാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫീസ് വല്ലാണ്ട് കൂടി എന്നുള്ളത് ശരി, പക്ഷേ എങ്കിലും അത് പരിശോധന നടത്താനുള്ള ഒരു അവസരം ഉണ്ടല്ലോ, അങ്ങനെ കരുതി നമുക്ക് സമാധാനിക്കാമായിരുന്നു. ഇനിയാണ് അതിന്റെ ടെസ്റ്റ് വരുന്നത്. വാർത്ത ഇങ്ങനെയാണ് തുടരുന്നത്: മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങളിൽ പകുതിയോളം ഓടിക്കുന്നത് വനിതകളാണെന്ന പ്രത്യേകതയുമുണ്ട്. ഇപ്പോഴാണെങ്കിൽ വഴിയിൽ നിന്ന് പരിശോധിക്കാതെ തന്നെ ക്യാമറയിൽ കണ്ടെത്തി പിഴ ഈടാക്കാം. ഹെൽമറ്റ് വച്ചില്ലെങ്കിൽ 500 രൂപയാണ് പിഴ. പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ 2000 രൂപയാണ് പിഴ. ഇത് കുറച്ച് കടുപ്പമാണ്. കേന്ദ്രമാണ് തുക നിശ്ചയിച്ചതെന്നും അത് കുറയ്ക്കുമെന്നൊക്കെ അന്നത്തെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നാണെങ്കിലും ഒന്നും കുറച്ചില്ല. എന്ന് പറഞ്ഞാൽ ഈ 2000 രൂപ നിശ്ചയിച്ചിരുന്നത് കേന്ദ്രമാണ് എന്ന്. ഏത് കാര്യം അങ്ങനെയാണ്, കേന്ദ്രത്തിന്റെ പെരടിക്കാണ് കൊണ്ടുവന്ന് ചാർത്തി വെക്കുന്നത്. അത് കേരളത്തിന്റെ പൊതു സ്വഭാവമാണ്. കേന്ദ്രം ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല. കേരളം നരേന്ദ്രമോദി ഭരിക്കാൻ തുടങ്ങിയിട്ട് 10 കൊല്ലമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പും കേരളത്തിന് ഇമാതിരി ഡയലോഗ് ഉണ്ടായിട്ടുണ്ട്: അരി ചോദിച്ചാൽ കേന്ദ്രം തരണം, തുണി ചോദിച്ചാൽ കേന്ദ്രം തരണമെന്ന്. ആദ്യമായിട്ടൊന്നും അല്ല പറയുന്നത്. അപ്പോൾ എന്തുണ്ടാക്കിയാലും അത് കേന്ദ്രത്തിന്റെ മണ്ടയിലാണ് കൊണ്ട് കേരളം ചാരി കൊടുക്കുന്നത്. അത് തന്നെ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. ഏത് പഴയ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു ഉഷാർ. അപ്പോൾ അതൊക്കെ മാറ്റം വരുത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അത് മാറ്റം വരുത്തില്ലെന്ന് പറയുമ്പോൾ KB ഗണേഷ് കുമാറിട്ട് ഒരു കൊട്ടും കൂടിയാണ് കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്കിൽ അവിടെ നിൽക്കട്ടെ. അതിനിടെ കൂനിന്മേ കുരു എന്ന പോലെ പുക പരിശോധനയിൽ പരാജയപ്പെടുന്നതിനാൽ ആയിരക്കണക്കിന് ഇരുചക്ര പെട്രോൾ വാഹനങ്ങൾ ഇപ്പോൾ റോഡിൽ ഇറക്കാനാവാത്ത സ്ഥിതിവിശേഷമാണ് സംജാതമായിരിക്കുന്നത്. വാഹന ഉടമകൾ പറയുന്നത് സാങ്കേതിക പിഴവ് മൂലമാണ് പുക പരിശോധനയിൽ പരാജയപ്പെടുന്നത് എന്നാണ്. അക്കാര്യം പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹരിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തുനിഞ്ഞിട്ടില്ല. പലതവണ പരിശോധന നടത്തിയിട്ടും പരാജയപ്പെടുന്നതിനാൽ പലരും വണ്ടി എടുക്കാതെ വീട്ടിൽ തന്നെ വെച്ചിരിക്കുകയാണ്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? നേരത്തെ നമ്മൾ ഒരു പുക പരിശോധന നടത്തുന്ന സ്ഥലത്ത് കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് പുക പരിശോധന നടത്തി കഴിഞ്ഞാൽ നമുക്ക് പുക പരിശോധിച്ച സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുമായിരുന്നു, പാസ്സായി കിട്ടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് സംഭവിക്കുന്നില്ല. നമ്മൾ പുക പരിശോധനാ കേന്ദ്രങ്ങളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പലയിടത്തും പുതിയ ബോർഡുകൾ വന്നിട്ടുണ്ട്. അതായത് പരിശോധന റിസൾട്ട് ഫെയിൽ ആയാലും നിങ്ങൾ പൈസ അടയ്ക്കണം, പരിശോധന ഫീസ് അടയ്ക്കണം എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ ഫീസ് അവർക്ക് വേണമെന്ന്. അതായത് 80 രൂപ നിങ്ങൾ അടയ്ക്കേണ്ടി വരും നിങ്ങൾ ഫെയിൽ ആയാലും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ 2 വീലർ, നിങ്ങളുടെ ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടർ, ഇതൊക്കെ പുക പരിശോധിക്കാൻ കൊണ്ടുചെന്ന് വെക്കുമ്പോൾ
ആ പരിശോധന ഫെയിലാകുന്നു, പുക പരിശോധന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ആ കാരണത്താൽ നിങ്ങൾ വാഹനം കൊണ്ട് റോഡിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന കാരണത്താൽ 2000 രൂപ പിഴ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ആൾക്കാർ വീടുകളിൽ സ്കൂട്ടർ അല്ലെങ്കിൽ 2 വീലർ വെക്കുന്നു എന്നാണ് പറയുന്നത്. വാർത്ത തുടർന്ന് പറയുന്നത് എങ്ങനെയാണ്: പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് ഈ കുരുക്കിൽപ്പെട്ട് ഏറ്റവും കൂടുതൽ വലയുന്നത്. പുക പരിശോധനാ കേന്ദ്രങ്ങളാകട്ടെ പുക പരിശോധനയിൽ പരാജയപ്പെട്ടാൽ ഫീസ് നൽകണമെന്ന ബോർഡും വെച്ചിട്ടുണ്ട്. ഇത് പല സ്ഥലത്തും വാക്ക് തർക്കങ്ങൾ ഇടയാക്കുന്നുണ്ട്. നമുക്കറിയാം, പുക പരിശോധന നേരത്തെ പഴയ വാഹനങ്ങൾ, അതായത് വളരെ പഴയ വാഹനങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഫെയിലിയർ ആകിയിരുന്നത്. അവർക്ക് ഓയിൽ ഫിൽറ്ററും ഓയിലും ഒക്കെ മാറി കൃത്യമായി സർവീസൊക്കെ നടത്തിക്കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ കിട്ടുമായിരുന്നു, എങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇനി പറഞ്ഞു തരാം. ഇനി അടുത്തതാണ് കേന്ദ്രത്തിന് അടുത്തതായിട്ട് ചൊറിയുന്നത്. കേന്ദ്രം കൊണ്ടുവന്ന ചട്ട ഭേദഗതിക്ക് ശേഷമാണ് ഒരു കുഴപ്പവുമില്ലാതെ നടന്നുകൊണ്ടിരുന്ന പുക പരിശോധന തകിടം മറിഞ്ഞത്. എങ്ങനെ? കേന്ദ്രം കൊണ്ടുവന്ന ചട്ട ഭേദഗതിക്ക് ശേഷമാണ് അതുവരെ ഇന്ത്യയിൽ എവിടെയും അല്ലെങ്കിൽ കേരളത്തിലൊന്നും ഒരു പ്രശ്നമില്ലാതെ നടന്നിരുന്ന പുക പരിശോധന തകിടം മറിഞ്ഞത് എന്ന്. പരിശോധനാ കേന്ദ്രത്തിൽ ലഭിക്കുന്ന യഥാർത്ഥ റീഡിംഗ് പ്രത്യേക ഫോർമുല ഉപയോഗിച്ച് മാറ്റം വരുത്തി മലിനീകരണ തോത് നിർണ്ണയിക്കുന്നതാണ് പുതിയ രീതി. BS6 വാഹനങ്ങളിലും കാറ്റലിക്സ് കൺവെർട്ടറുള്ള 2007 മുമ്പുള്ള കാറുകളിലാണ് ഇത് നടപ്പിലാക്കേണ്ടതെന്ന് കേന്ദ്രം ചട്ട ഭേദഗതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. നോക്കൂ, അവിടെ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞതിന് ശേഷം വളരെ വ്യക്തമായി ഈ വാർത്ത അറിയാതെയെങ്കിലും കേരള കൗമുദി കൊടുത്തിരിക്കുന്നു. ഇനി നിങ്ങൾ പറയൂ, യഥാർത്ഥത്തിൽ എന്തായിരുന്നു വാർത്ത? 2007 മുമ്പുള്ള കാറുകൾ, 2007 മുമ്പുള്ള കാറുകൾ, പഴയ കാറുകൾ, ആ കാറുകളിലായിരുന്നു സാധാരണ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തേണ്ടിയിരുന്നത്. അതിന്റെ ഒരു കാരണമുണ്ട്. ഡൽഹി മുംബൈ പോലെയുള്ള ഒരുപാട് വാഹനങ്ങൾ തിങ്ങി നിറഞ്ഞ സ്ഥലം അറിയാലോ. ഡൽഹിയിൽ അടുത്തുണ്ടായ പൊല്യൂഷൻ പ്രശ്നം, അത്രയും വലിയ പ്രശ്നങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പഴയ വാഹനങ്ങൾ പൊളിച്ചു കളയുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലാക്കുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചില നിയമ ഭേദഗതികൾ, ചട്ട ഭേദഗതികൾ കൊണ്ടുവന്നിരുന്നു. അതാണ് നമ്മുടെ കേരളത്തിന്റെ കാര്യമല്ല പറയുന്നത്. അത്തരത്തിൽ വൻകിട നഗരങ്ങളിൽ ഇത് മാറ്റം വരുത്താൻ വേണ്ടി 2007 മുമ്പുള്ള പുതുക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളുണ്ടല്ലോ, ആ പുതുക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് ഇത് ഈ രീതിയിൽ പരിശോധന നടത്തിയിട്ട് പുക പരിശോധന സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി എന്ന് തീരുമാനിച്ചിരുന്ന ചട്ട ഭേദഗതിക്കാണ് പറയുന്നത്. ഇവിടെ നമ്മളെ കേരള സർക്കാർ 2024 ഇറങ്ങുന്ന വണ്ടിക്കും ആ പരിശോധന ഉണ്ട്. മനസ്സിലാക്കണം, എല്ലാ വണ്ടിയും മുഴുവൻ വണ്ടിയും പരിശോധിക്കും. മുഴുവൻ വണ്ടിയും ആ രീതിയിൽ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും എവിടെയെങ്കിലുമൊക്കെ സാങ്കേതിക പ്രശ്നം ഉണ്ടാവും. ആ സാങ്കേതിക പ്രശ്നത്തിൽ പാസ്സായി കിട്ടൂല. നിങ്ങളെ വണ്ടി 2014 എന്ന് പറഞ്ഞിട്ടോ 2022 എന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. അത് ഫെയിലാകാൻ വണ്ടി മൂലയ്ക്ക് വെക്കേണ്ടി വരും. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരുപാട് പേർ വണ്ടി വീട്ടിൽ വെച്ചേക്കാണ്. കാരണം അതൊന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പുറത്തെ ക്യാമറ ഉണ്ട്, ഇപ്പുറത്തെ ക്യാമറ ഉണ്ട്. അങ്ങോട്ട് പോയാലും 2000 അടിക്കും, ഇങ്ങോട്ട് പോയാലും 2000 അടിക്കും. പുക പാസ്സായി കിട്ടേയില്ല. പിന്നെന്ത് ചെയ്യും? അവിടെ വെക്കല്ലാതെ വേറെ മാർഗമില്ലല്ലോ. ഈ കാര്യമാണ് പറയുന്നത്. അതായത് പിഴിയാൻ വേണ്ടി നമ്മുടെ സർക്കാർ ഉണ്ടാക്കിയ ഒരു പുതിയ രീതിയാണ്. 2007 മുമ്പുള്ള പഴയ കാറുകൾ, ആ കാറുകളിൽ നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ പുതിയ വാഹനങ്ങളിൽ കൂടി നടപ്പിലാക്കി എന്നുള്ളതാണ്. അതായത് കിട്ടിയ അവസരം മുതലാക്കി കേരളം എന്ത് ചെയ്തു? അത് എല്ലാ വാഹനങ്ങൾക്കും ബാധകമാക്കി. 2007 മുമ്പുള്ള കാർ എന്നത് മുഴുവൻ വാഹനങ്ങൾക്കും ബാധ്യമാക്കി. സാധാരണഗതിയിൽ 2 വീലറിനെ ഇത് ബാധിക്കുന്നതല്ല. അത് പുതുക്കി അവർ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതിൽ മാലിന്യ തോതും കുറവാണ്. പക്ഷെ എല്ലാ വാഹനങ്ങളും അതിൽ ഉൾപ്പെടുത്തി. കേന്ദ്രം എന്താണോ നടപ്പിലാക്കാൻ പറഞ്ഞത് ആ ചട്ടം അതേപടി നടപ്പിലാക്കിയാൽ തീരുന്ന വിഷയമുള്ളൂ ഇവിടെ. പക്ഷേ നാഴേക്ക് 40 വട്ടം ഏതൊക്കെ രീതിയിലാണ് എങ്ങനെയൊക്കെയാണ് പിഴിയേണ്ടത് എന്ന് കരുതിയിരിക്കുന്ന ഈ സർക്കാർ അതിന് തുനിയൂല. സ്വാഭാവികമാണ്. യഥാർത്ഥത്തിൽ മോട്ടോർ വാഹന വകുപ്പും അതേപോലെ മന്ത്രിയും ഒക്കെ തയ്യാറാകേണ്ടത് കേന്ദ്രം എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഈ ചട്ട ഭേദഗതി അതേപടി നടപ്പിലാക്കാനാണ്. അതല്ലാതെ ഇവിടെ കേരളത്തിൽ പിടിയാനുള്ള ഒരു അവസരം ഉണ്ടായ നിലയ്ക്ക് ഇനി വീണ്ടും 2000 ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയാൽ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ മൂത്രമൊഴിക്കാൻ പോയാൽ പോലും 2000 വീതം പിടിയാമെന്നുള്ള ഒരു രീതിയല്ല. അപ്പൊ ഗണേഷ് കുമാർ അതെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം എന്താണ് ഈ പറഞ്ഞത് എന്നുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 2 വീലറാണ്. എല്ലാവർക്കും കാർ വാങ്ങാനൊന്നും പണമൊന്നുമില്ല. അവർ പുക ടെസ്റ്റ് എടുക്കാൻ തയ്യാറാണ്. അവരതിന്റെ കൃത്യമായി പണിയെടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ പാസ്സായി കിട്ടണ്ടേ? 2007 മുമ്പുള്ള കാറിൽ പരിശോധിക്കേണ്ട ആ മാനദണ്ഡങ്ങൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് വെച്ചു കൊടുത്തിട്ട്, സെർവറിൽ അപ്ലോഡ് ചെയ്ത് വെച്ചു കൊടുത്തിട്ട് അതിനുള്ള അനുസരിച്ചിട്ട് മതി ബാക്കിയുള്ള വണ്ടികൾ പാസ്സാക്കിയാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ വന്നു കഴിഞ്ഞാൽ പുതിയ വണ്ടിയിലും അത് ഫെയിലാകും. കണ്ടം ചെയ്ത് കൊടുക്കേണ്ട സാധനങ്ങൾ 2007 മുമ്പുള്ള പഴയ വാഹനങ്ങൾ കൃത്യമായി പൊല്യൂഷൻ അതില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് നിങ്ങൾ വാഹനം നിരത്തിൽ ഇറക്കിയാൽ മതി, അത് ഈ നിയമം പാലിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സർക്കാർ അതും കൂടി മുതലാക്കി കണ്ട് എല്ലാ വാഹനങ്ങളിലും അങ്ങോട്ട് നടപ്പിലാക്കി പാവപ്പെട്ട ഒരു റേഷൻ വാങ്ങാനായിട്ട് ഉപയോഗിക്കുന്ന സ്കൂട്ടർ, സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സ്കൂട്ടർ ഉപയോഗിക്കുന്നത് അറിയാമല്ലോ, അതിനെ ഒക്കെ വീട്ടിൽ വെച്ച് പൂട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കി.
എന്നിട്ടാണ് ഞങ്ങൾ ജനകീയരാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇലക്ഷനിൽ ഇറങ്ങിയേക്കുന്നത്. ഈ ഒരൊറ്റ കാര്യം കേന്ദ്രം പറഞ്ഞിട്ടുള്ളത് അതേപടി നടപ്പിലാക്കിയിട്ടൊന്ന് വോട്ട് ചോദിച്ചെങ്കിൽ കാണാൻ രസമുണ്ടായിരുന്നു.